ലൈഫ് പദ്ധതിയായി ബന്ധപ്പെട്ടിട്ട് പുതിയ ഒരു വിവരം വന്നിട്ടുണ്ട്. വാസ്തവത്തിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു തീരുമാനമാണത്. അതിൻ്റെ സാമ്പത്തിക വശം നോക്കുമ്പോൾ, രാഷ്ട്രീയ വശം നോക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. നമ്മുടെ സംസ്ഥാനത്തെ ലൈഫ് പദ്ധതിയിൽ അർബൻ്റെ ഭാഗത്തുള്ള ഒരു കാര്യമാണെന്ന് ഓർഡർ വന്നേക്കുന്നത്. അതിനകത്ത് 1 ലക്ഷം രൂപ വെച്ച് ഗുണഭോക്താവ് നൽകണം. 4 ലക്ഷം രൂപയിൽ സ്ഥലമുള്ളതാണെങ്കിൽ ചിലപ്പം അതിൽ കൂടുതൽ വരും. സ്ഥലമുണ്ട് 4 ലക്ഷം രൂപ കിട്ടുന്നവർക്ക് 3 ലക്ഷം രൂപ കിട്ടും. സ്ഥലമില്ലാത്തവർക്ക് ഇപ്പോൾ കിട്ടുന്ന 6 ലക്ഷമാണ് 5 ലക്ഷം കിട്ടും. എന്ന് വെച്ചാൽ 1 ലക്ഷം രൂപ ഗുണഭോക്താവ് നൽകണം എന്നൊരു തീരുമാനം വന്നിരിക്കുന്നു. അതിനൊപ്പം നേരത്തെ ദീർഘകാലമായി കേന്ദ്ര ഗവൺമെൻറ് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നതും നമ്മൾ പണം മേടിക്കുന്നതിന് അവർ പറഞ്ഞൊരു കണ്ടീഷൻ സമ്മതിക്കാത്തതുകൊണ്ട് അത് ലൈഫിനകത്ത് വീടിനകത്തേക്ക് കയറുമ്പം ലൈഫിൻ്റെ മുദ്ര വെക്കണം. കേരളത്തിലെ ഉപഭോക്താക്കൾ കൊണ്ട് നഷ്ടം കൂടി നോക്കണം നിങ്ങൾ. കേരളത്തിൽ 5 ലക്ഷം വീടാണ് LDF ഗവൺമെൻറ് ഏകദേശം പറഞ്ഞത്. 5 ലക്ഷം വീടാണ് നമ്മൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കുറേയേറെ പൂർത്തീകരിച്ചു, ബാക്കിയും കൂടെ 5 ലക്ഷം വീടും. 5 ലക്ഷം എന്നാണ് ഒരു കണക്ക്. 5 ലക്ഷം വീടിന് 1 ലക്ഷം രൂപ വെച്ച് നിങ്ങൾ കണക്ക് കൂട്ടി എത്ര കോടി രൂപ വരും? 5000 കോടി രൂപ വരും. അപ്പോൾ കേരള ഗവൺമെൻറ് LDF ഗവൺമെൻറ് കഴിഞ്ഞ വർഷങ്ങളിൽ ജനങ്ങൾക്ക് കൊടുത്ത 5000 കോടി രൂപ ഡിനേ ചെയ്യുന്ന, ഇനി വരുന്ന കാലത്ത് കൊടുക്കേണ്ടത് ഡിനേ ചെയ്യുന്നൊരു തീരുമാനം ഇത്. ഈ ഗവൺമെൻറ് കാലത്ത് 2-2.5 ലക്ഷമോ അല്ലെ 3 ലക്ഷമോ കൊടുക്കുന്നിരിക്കട്ടെ, കൊടുക്കുകയാണെങ്കിൽ അവർ കൊടുക്കാൻ ബാധ്യതപ്പെട്ട ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതിനകത്ത് ഈ വീടുകൾക്കായിട്ട് അത്രയും 1 ലക്ഷം വെച്ച് വരുമ്പോൾ നിങ്ങൾ 3 ലക്ഷം വീടാണ് കൊടുക്കുന്നതെങ്കിൽ 3000 കോടി രൂപയാണ്. ചെറിയ തുകയല്ല. സ്റ്റേറ്റിൻ്റെ വ്യക്തികൾക്ക് മേലിൽ ഈ വലിയ തുക അടിച്ചേൽപ്പിക്കുക. ഞാനീ പറഞ്ഞ 1 ലക്ഷം രൂപ അടിച്ചേൽപ്പിക്കുമ്പോൾ കഴിഞ്ഞ 5 ലക്ഷം വീടുകൾക്ക് ഇത് LDF ഗവൺമെൻറ് മേടിച്ചിരുന്നെങ്കിൽ 5000 കോടി രൂപ ആളുകളിൽ നിന്ന് മേടിക്കാമായിരുന്നു. 5000 കോടി രൂപ LDF ഗവൺമെൻറ് വീടുകൾക്ക് കൊടുത്തതാണ്. അതിന് പോലെ ഇപ്പോൾ ചെയ്യുകയായിരുന്നെങ്കിൽ ചിലവാക്കേണ്ട തുകയിൽ 3000 കോടി കുറയ്ക്കുക. എല്ലാ മേഖലയിലും സ്പെൻഡിങ് കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് വന്നേക്കുന്നത്. ഇത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. കേരളത്തിൽ എത്രയോ കാലമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ആനുകൂല്യം ഇല്ലാതാക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അത് ആണ് ചെയ്തിരിക്കുന്നത്. ലൈഫിൻ്റെ മാത്രമല്ല, ഇപ്പോൾ സ്ത്രീ സുരക്ഷാ പദ്ധതിക്കുള്ള പണം 3700 കോടി രൂപയാണ് ബഡ്ജറ്റ് വെച്ചേക്കുന്നത്, കൊടുത്തിട്ടില്ല. കണക്ട് വർക്കിന് 400 കോടിയാണ് വെച്ചിരിക്കുന്നത്, അത് കൊടുക്കുന്നില്ല. പ്ലാനിൽ 5000 കോടി വെട്ടിക്കുറച്ചു. പഞ്ചായത്തുകളുടെ മാത്രം 1500 കോടി വെട്ടിക്കുറച്ചു. ഇതെല്ലാം ചെയ്തത് കൂടാതെയാണ് സാമൂഹ്യക്ഷേമ പെൻഷൻ്റെ കാര്യത്തിലും കഴിഞ്ഞ ദിവസം ചെയ്തതിൻ്റെ കണക്കുകൾ നിങ്ങൾക്കറിയാം. 62 ലക്ഷം പേരാണ് ലിസ്റ്റിലുള്ളത്. അതിനകത്ത് പകുതിയോളം പേർക്കെങ്കിലും ഇപ്പോൾ നേരിട്ട് വീട്ടിൽ കിട്ടുന്ന ക്ഷേമ പെൻഷൻ അതൊഴിവാക്കി ബാങ്ക് വഴിയാണ് എന്നൊരു കണ്ടീഷൻ വെക്കുമ്പോൾ അതിനകത്ത് അപേക്ഷ കൊടുത്ത് ഇതിൻ്റെ സമീപനം കുറേ പേർ അതിൽ നിന്ന് തന്നെ ഔട്ടായി പോകും. കാരണം വളരെ പാവപ്പെട്ട ആളുകളാണ്. ഈ കിടപ്പ് രോഗികൾക്ക് മാത്രമെന്നാണ് ഇപ്പോൾ പറഞ്ഞേക്കുന്നത്. ഇത് പോയി കറക്റ്റ് ചെയ്ത് ബാങ്കിൽ പോയി ശരിയാക്കാൻ പറ്റാത്ത കുറേ ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് ചെല്ലാൻ പറ്റാതിരിക്കുമ്പോൾ തന്നെ കുറേ പേര് ഇതിൽ നിന്ന് തള്ളിപ്പോവും. പിന്നീട് ഇതെല്ലാം ശരിയായി വരാൻ വേണ്ടി 6 മാസമോ 8 മാസമോ 1 വർഷമൊക്കെ എടുക്കുകയാണെങ്കിൽ ആ സമയത്തേക്ക് കൊടുക്കാതിരിക്കാം. അങ്ങനെ 12,000 കോടി രൂപ വരെ ഒരു വർഷം കൊടുക്കുന്ന പെൻഷൻ ഇപ്പോഴത്തെ പുതിയ റേറ്റനുസരിച്ച് അതിൽ കൂടുതൽ വരും. 2000 ആകുമ്പോൾ ആ പണവും വെട്ടിക്കുറയ്ക്കാൻ വേണ്ടിയുള്ള തീരുമാനം. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. ഇത് അങ്ങേയറ്റം ജനങ്ങളെ വഞ്ചിക്കുന്നതും ഏറ്റവും സാധാരണക്കാരായ ആളുകളുടെ ജീവിതം ദുരിതത്തിലുമാക്കുന്നതുമായ പ്രശ്നമാണ് എന്നുള്ളതാണ് ഈ ലൈഫുമായി ബന്ധപ്പെട്ട് വന്നേക്കുന്നത്. ഇതിനൊപ്പം ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിനൊപ്പം പ്രധാനപ്പെട്ട മറ്റു പല കാര്യങ്ങളിലും ചെയ്യുന്ന സമീപനം നിങ്ങൾക്കറിയാം. ഇതേപോലെ തന്നെ വളരെ ഗൗരവതരമായിട്ടുള്ളൊരു സാമൂഹ്യ പ്രശ്നമായിട്ടുള്ള മയക്കുമരുന്ന് കേസിനകത്ത് പ്രതിയായ ആളുകളോട് എന്താണ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ സമീപനം? വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. കോഴിക്കോട് 2022 മാർച്ച് മാസം 22-ാം തീയതി നടത്തിയ ഇഫ്താർ പാർട്ടിയിൽ ഈ കഥാപാത്രമുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്ത്, മുഖ്യമന്ത്രിയുടെ അടുത്ത്, അന്നത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ അടുത്തിരുന്ന് സംസാരിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളുണ്ട്. നിങ്ങൾ പലരും ഇഫ്താർ പാർട്ടിക്ക് പോയി കാണുമല്ലോ. നിങ്ങൾ ഈ ആളെ നോക്കി നോട്ട് ചെയ്യാനും വേണ്ടിയുള്ള പരിചയമൊന്നും കാണത്തില്ല. പക്ഷേ ആ ഇഫ്താർ പാർട്ടി പങ്കെടുത്തിട്ടുണ്ടാവുമല്ലോ. 2025 വളരെ പ്രധാനപ്പെട്ട LDF ഗവൺമെൻറ്റിനെ പരാജയപ്പെടുത്തി UDF അധികാരത്തിലേക്ക് വരാൻ വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പും നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികൾ മാത്രം പങ്കെടുത്തൊരു മീറ്റിങ്ങിനകത്ത് ഈ പറഞ്ഞ വിവാദ നായകൻ അതിൽ കണ്ടു. ഇതിനകത്ത് പ്രശ്നം ശ്രീ VD സതീശൻ അദ്ദേഹത്തെ കണ്ടോ ഇല്ലയോ എന്നുള്ളതിനേക്കാൾ ഉപരി ശ്രീ VD സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. ഒരു മുഖ്യമന്ത്രിക്ക് കേരളത്തിൻ്റെ മുഴുവൻ ആളുകളുടെ അഭിമാനം സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട്. എപ്പോഴും കള്ളകാര്യങ്ങൾ പറയുന്നു, കള്ളപ്രചരണം നടത്തുന്നു. അതൊരു രാഷ്ട്രീയ പ്രസ്താവനയല്ല.
അതിൻ്റെയൊക്കെ നോക്കണമെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ ഈ പേപ്പറെല്ലാം കൈ വെച്ചേക്കുമല്ലോ, അതിന് ഈ ബന്ധപ്പെട്ട വകുപ്പുകൾ ബന്ധപ്പെട്ട താഴെ ഉദ്യോഗസ്ഥന്മാർ നോക്കിയിട്ടുള്ള അതിൻ്റെ സ്റ്റെപ്പ് എടുത്തിട്ടുണ്ടാവും. അതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് എൻ്റെ കയ്യിലില്ല. എന്തായാലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടേണ്ടതിനും നോക്കേണ്ടതുമായ കാര്യങ്ങളും പേപ്പറുകൾ നീങ്ങിയിട്ടുണ്ടാവും. അത് ശ്രദ്ധപ്പെട്ടിട്ടുണ്ട്. അതിനകത്ത് എന്തായാലും അതിന് ഉദ്യോഗസ്ഥ സമിതി, നിങ്ങൾക്ക് തന്നെ എന്നെക്കാളും വിവരം കാണുമല്ലോ. ഞാനിപ്പം ഈ സാധനമൊന്നും കോപ്പിയൊന്നും കൈ കൊണ്ട് നടക്കുന്ന സ്വഭാവമൊന്നുമില്ല. കാരണം നമ്മളതിനകത്ത് നേരത്തെ ഒന്നും ഇടപെട്ടിട്ടില്ലാത്തതുകൊണ്ട് അതിൻ്റെ കാര്യം നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ സാധാരണഗതിയിൽ അതിന് ആവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ് വകുപ്പ് ചെയ്യുന്നത്. അതിനകത്ത് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മറുപടി കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ സ്റ്റെപ്സ് നോക്കണം.